കെടാമംഗലം കവിതാ സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും SSLC +2 വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും ജൂൺ 1 വൈകിട്ട് കെടാമംഗലം കവിതാ ഇവന്റ് ഹാളിൽ നടക്കും. ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ജോയിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം രക്ഷാധികാരി KO വർഗീസ് ഉദ്ഘാടനം ചെയ്യും. +2 വിഭാഗം ഉപഹാര സമർപ്പണം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും, SSLC ഉപഹാര സമർപ്പണം ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷും നിർവഹിക്കും. ക്ലബ്ബ് സെക്രട്ടറി MK വിക്രമൻ, കവിതാ ഗ്രൂപ്പ് ഡയറക്ടർ കവിതാ വർഗീസ് എന്നിവർ സംസാരിക്കും. പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ചേർന്ന പത്രസമ്മേളനത്തിൽ MS അരുൺകുമാർ, MS അനിൽകുമാർ, CK രാജു, KK സെൽവരാജ്, MK വിക്രമൻ, KO വർഗീസ്, ഷൈജു ജോയ്, CA രാജീവ് എന്നിവർ സംബന്ധിച്ചു. കേരളത്തെ ആകെ വളരെ വേദനിപ്പിക്കുന്ന പ്രളയവും അതിലൂടെ ഈ ക്ലബിലെ ഭാരവാഹികളെല്ലാം ഒന്നടങ്കം സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായും അല്ലാത്ത രീതിയിലെല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ക്ലബ്ബ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് തെളിയിച്ചു. എൻ്റെ കെടാമംഗലം ലഹരിമുക്തം എന്ന ലക്ഷ്യത്തിനു വേണ്ടി കവിത സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി കെടാമംഗലം ഭാഗത്തെ 8 വാർഡുകളിലെ 2024-25 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ പാസ്സായ 150-ൽ പരം കുട്ടികളെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. +2 പാസ്സായ കുട്ടികളെ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരനും, SSLC പാസ്സായ കുട്ടികളെ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MS രതീഷ് എന്നിവർ ആണ് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും ഇന്റർനാഷണൽ മെന്റൽ ട്രെയിനറുമായ ശ്രീ ഫിലിപ്പ് മാമ്പാട് ആണ്. ഈ കുട്ടികളെയും മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തത് പറവൂർ നഗരസഭയിലെ 24, 25, 26, 27 എന്നീ വാർഡുകളിലെ കൗൺസിലർമാരും ഏഴിക്കര പഞ്ചായത്തിലെ 1, 2, 3, 14 എന്നീ വാർഡുകളിലെ മെമ്പർമാരുമാണ് എന്ന കാര്യവും വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് കവളപ്പാറയിലെ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ ആദ്യം എത്തിച്ചത് കവിതാ സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബ്ബാണ്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം ദുർബലപ്പെട്ട മേഖലയാണ്. ഇന്ന് നമുക്കറിയാം, ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും കിടപ്പ് രോഗികൾ, അതേപോലെ തന്നെ പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവരെല്ലാം എല്ലാ മാസവും നമ്മൾ കമ്മിറ്റി കൂടി അർഹതപ്പെട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടപ്പെട്ട ധനസഹായം നമ്മൾ ചെയ്യുന്നുണ്ട്.